ഒരു കാര്യം കൂടി അദ്ദേഹം അതിനിടക്ക് സൂചിപ്പിച്ചു. മുസ്ലിങ്ങൾ എന്താ ഈ ക്രിസ്ത്യൻസിനോട്, യഹൂദികളോട്, അദ്ദേഹത്തിൻ്റെ ടൈം ഞാൻ എടുത്ത് ഉദ്ധരിച്ചതാണ്, എന്തുകൊണ്ടാണ് ശത്രുത പുലർത്തുന്നത് എന്ന്. ഇസ്ലാമിൻ്റെ വിശ്വാസം നിങ്ങൾക്കറിയുമോ, താങ്കൾക്കറിയുമോ? ഇസ്ലാമിൽ ഒരാളിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് പ്രവാചകൻ എന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ആവില്ല. കൂടെ ക്രിസ്ത്യാനികൾ ബഹുമാനിക്കുന്ന ജീസസ് ക്രിസ്റ്റ്, ഈസാ അലൈഹിസ്സലാം പ്രവാചകനാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണം. യഹൂദരുടെ മോസസ് പ്രിയപ്പെട്ട പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ ഏകോദര സഹോദരങ്ങളാണ് എന്ന് വിശ്വസിക്കണം. ഒരാൾ അത് നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൻ്റെ അകത്തുണ്ടാവില്ല. എല്ലാവരും ദൈവത്തിൻ്റെ അടിമകളാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പോളിസി. ഇനി ഈ തത്വങ്ങളെല്ലാം തമസ്കരിച്ചുകൊണ്ട് ലോകത്ത് ഈ സ്വതന്ത്ര ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന പ്രായോഗികമായ പ്രശ്നങ്ങൾ എത്ര ഭീകരമാണ്, ഒരിക്കലും ഉദ്ധരിക്കാതിരിക്കാൻ പറ്റില്ല. ഫ്രെഡറിക് നീഷയെ എന്തുകൊണ്ടാണ് അറിയുമോ? ഞാൻ ഫിലോസഫി ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ ലോകത്ത് നിലകൊള്ളുന്ന എല്ലാ അധാർമികമായ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും അടിസ്ഥാനപരമായ ധാർമ്മികമായ കോഡുണ്ടാക്കിയത് നീഷയാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ മൊറാലിറ്റി vs സ്ലൈവ് മൊറാലിറ്റി, ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അധികാരം യൂബർമെൻഷ്, സൂപ്പർമെൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പരികൽപ്പിക്കപ്പെടാവുന്ന ഒരു ശക്തിക്ക് നീഷ വകവെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ നിറത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ ആരാണോ ജയിക്കുന്നത് അതിന് സോഷ്യൽ ഡാർവിനിസം ഉപയോഗപ്പെടുത്തപ്പെട്ടു. ആരാണോ അതിജയിക്കുന്നത് അതാണ് ഫിറ്റസ്റ്റ് എന്നാണല്ലോ. അങ്ങനെയായപ്പോൾ ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? അവരുടെ ശരിയായി മാറി. പുതിയ കാലത്ത് അത് യൂറോപ്യന്മാരാണ്, സവർണന്മാരാണ്. അപ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, ഞാൻ റഷ്യ ഉക്രൈൻ യുദ്ധം ഓർത്തു പോകുന്നു. ഉക്രൈനിൽ നിന്ന് അഭയാർത്ഥികൾ ഓടിപ്പോകുമ്പോൾ BCCയുടെയും CNN-ന്റെയും വാർത്താവതാരകന്മാർ വിളിച്ചു പറയുന്നുണ്ട്, അല്ലയോ യൂറോപ്യരെ, നിങ്ങൾ കാണുന്നില്ലേ, ഇത് അറേബ്യയിലെ, ഇറാഖിലെ, അഫ്ഗാനിലെ അറബികളല്ല ആ ഓടുന്നത്, നിങ്ങളെപ്പോലെ വെളുത്ത യൂറോപ്യന്മാരാണ്. ഞാൻ വീണ്ടും ഉദ്ധരിക്കുന്നു സാം ഹാരിസ് പറഞ്ഞില്ലേ, ശവശരീരം എണ്ണാതെ കൊന്നു തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് പോലും അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത്? ഈ നീഷയുടെ സ്വാധീനമല്ലേ? ഇനി മനുഷ്യനെ സൂപ്പർ ആനിമലാക്കി എന്ന് അള്ളാഹു പറയുന്നിടത്തുള്ള ഒരു ചിന്തോദ്ദീപകമായൊരു പരാമർശം നോക്ക്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. ഞാൻ ഖുർആന്റെ അകത്തേക്ക് പോയി ആഴത്തിൽ പറയുകയല്ല. മനുഷ്യനെ ഈ ജീവജാലങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്ന അടിസ്ഥാനപരമായ അവൻ്റെ ക്വാളിറ്റി ഏതാ എന്ന് നാസ്തികനോട് ചോദിച്ചാൽ ഒന്നും പറയാനുണ്ടാവില്ല. എന്തെങ്കിലും പറയും, പക്ഷേ തെളിവുണ്ടാവുകയില്ല. ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, ലോജിക്ക് എങ്ങനെയാണ് പരിണമിച്ചത്, എങ്ങനെയാണ് സത്യമൂല്യമായത്, എങ്ങനെയാണ് ധർമ്മസംഹിത ഉണ്ടായത്? പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇസ്ലാം പറയുന്നു രണ്ട് യോഗ്യത. ഒരു യോഗ്യത എന്താ? ഒരു യോഗ്യത അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അസ്മാ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട്സ്, തിയറികൾ ഡെവലപ്പ് ചെയ്യാനുള്ള ശക്തി മനുഷ്യനേ ഉള്ളൂ. തിയറികൾ ഡെവലപ്പ് ചെയ്യാനുള്ള സിദ്ധി മനുഷ്യനുണ്ടായത് കൊണ്ടാണ് മനുഷ്യൻ മാത്രം പ്രത്യയശാസ്ത്രം ഉണ്ടാക്കുന്നത്. 1400 കൊല്ലം മുമ്പ് ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാ. പക്ഷെ 1400 കൊല്ലം മുമ്പ് മാത്രമല്ല അത് പറഞ്ഞത്. അതിനു മുമ്പുള്ള തോറ, ഇഞ്ചീൽ, സബൂർ, നൂറുകണക്കിന് മറ്റ് വേദങ്ങൾ, അതൊക്കെയും ഇതേ മോണോത്തിസം, ഇതേ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. ഇസ്ലാമികമായി വിശ്വാസം ഒരിക്കലും മാറാൻ പാടില്ല. അതേസമയം കർമ്മങ്ങൾ കാലോചിതമായി മാറാം. അദ്ദേഹം പറഞ്ഞു പുസ്തകത്തിലുള്ളത് മാറ്റാൻ പറ്റില്ല എന്ന്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹം ഇപ്പം ചർച്ച ചെയ്യുന്നത് സുന്നിയോ ഷാഫിയോ, ഞാൻ ഏതിനാണ് മെമ്പർ ആവേണ്ടത് എന്നുള്ളതാ. അവിടെയൊക്കെ രണ്ടഭിപ്രായമുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ജൂറിസ്പ്രുഡൻസിൻ്റെ നിയമം എന്ന് പറയുന്നത് കാലോചിതമായി മാറ്റാം എന്നുള്ളതാ. അൽ ഉർഫ് മുഹക്കിമുൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസ്താവന തന്നെ. ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ വിഷയം കൊണ്ടുപോവുകയല്ല. പക്ഷേ തിയറി ഉണ്ടാക്കാനുള്ള സിദ്ധിയാണ് മനുഷ്യൻ്റെ മാറ്റ്. രണ്ടാമത്തേത് വഅല്ലമഹുൽ ബയാൻ, ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സിദ്ധി. എത്ര സൂക്ഷ്മമായ പരാമർശമാണ്! ഈ രേഖീയമായ ഭാഷകൾ ഉപയോഗിക്കുവാനുള്ള സിദ്ധി മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, നോം ചോംസ്കിയുടെ ഒരു പുസ്തകമുണ്ട്, വൈ ഓൺലി അസ്, ലാംഗ്വേജ് ആൻഡ് എവല്യൂഷൻ. ആ പുസ്തകം അതൊക്കെ മണിക്കൂറുകൾ വെച്ച് സംസാരിക്കേണ്ട പുസ്തകമാണ്. ഞാൻ ഒറ്റ വാക്കിന് പറഞ്ഞു പോകട്ടെ. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ? ഈ ഭാഷാസിദ്ധി ഇങ്ങനെ പുരോഗതി പ്രാപിച്ചത് പരിണാമം വഴിയാണെന്ന് പറയുന്നുവെങ്കിൽ കൂടിയും അതിൻ്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് ഒരിക്കലും തെളിയിക്കുക സാധ്യമല്ല. മനുഷ്യൻ്റെ അനാട്ടമിക്കൽ ഘടനയുടെ ഇന്റർമീഡിയറ്റ് സ്റ്റേജുകൾ ഒരു പക്ഷേ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞേക്കാം. ഒരു വാക്ക് കൂടി ഇടയിൽ പറയട്ടെ. പരിണാമത്തോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പൂർണ്ണമായി നിഷേധാത്മകമല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ജീൻ മ്യൂട്ടേഷൻ ഉണ്ടാകും തീർച്ചയായും. നാച്ചുറൽ സെലക്ഷൻ ഉണ്ടാകും, പക്ഷേ അത് സ്വമേധയാ അല്ല.
അങ്ങനെ ജീൻ മ്യൂട്ടേഷനും നാച്ചുറൽ സെലക്ഷനും അള്ളാഹുവിൻ്റെ ദ്വിതീയമോ തൃതീയമോ ആയ കാരണങ്ങൾ മാത്രമാണ്, സംവിധാനമാണ്.